ഹലോ ഫ്രണ്ട്സ്, ഹോം ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ തക്കാളി ചിക്കൻ കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊക്കെ ഒരുപോലെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ നാടൻ സ്റ്റൈൽ ചിക്കൻ കറി. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം 450 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ബ്രസ്റ്റ് പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ പീസ് ഉപയോഗിക്കാം. ഇനി 200 ഗ്രാം സവാള, ഏകദേശം 4 എണ്ണം, 250 ഗ്രാം തക്കാളി 3 തൊട്ട് 4 എണ്ണം, ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, കുറച്ച് ബട്ടർ എന്നിവയാണ് വേണ്ടത്. ആദ്യം ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അരച്ചു വെച്ച തക്കാളി ചേർത്ത് നന്നായി ഇളക്കി 10-12 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ തക്കാളി അരച്ചെടുക്കുകയാണ് ചെയ്തത്. തക്കാളി നന്നായി വെന്തു കഴിഞ്ഞാൽ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് 1 മിനിറ്റ് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് 5 മിനിറ്റ് നന്നായി ഇളക്കി വേവിക്കാം. ഇനി 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. അവസാനമായി കുറച്ച് ബട്ടറും മല്ലിയിലയും ചേർത്ത് തീ ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ നാടൻ തക്കാളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു രുചികരമായ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.